നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നെതന്യാഹുവിന്റെ പ്രഭാഷണം അടിയന്തരമായി. ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചാൽ യുദ്ധം അവസാനിക്കും നെതന്യാഹു. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന പുതിയ തർക്കങ്ങൾക്കും ആശങ്കകൾക്കും വഴി തുറക്കുകയാണ്. ഇറാൻ സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ വധിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയില്ലെന്നും അദ്ദേഹം ABC ന്യൂസിനോട് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. പ്രധാന വിവരങ്ങൾ: ഖാംനെയെ നെതന്യാഹു വിശേഷിപ്പിച്ചത് ആധുനിക ഹിറ്റ്ലർ എന്നാണ്. ഇവനെ വധിച്ചാൽ യുദ്ധം തീരും, ഇനി യുദ്ധം നീട്ടേണ്ടതില്ല നെതന്യാഹു. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ നാസികളുടെ ന്യൂക്ലിയർ ടീമായി ഉപമിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരത്തെ ഇത്തരം ഒരു നീക്കത്തെ വിമർശിച്ചിരുന്നുവെങ്കിലും നെതന്യാഹു അത് തള്ളിക്കളഞ്ഞു. US, ജർമ്മനി, കാനഡ ഉൾപ്പെടെയുള്ള G7 രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നു. അന്താരാഷ്ട്ര പ്രതികരണം: ഇറാൻ ഈ ഭീഷണികളെ അവകാശപരമായ പ്രതിരോധം എന്ന നിലയിലാണ് കാണുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസി പ്രഖ്യാഘാത സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ട്രംപ് താൻ ഇസ്രായേലിന്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ ആകെയുള്ള പ്രശ്നം ഉത്തരവാദിത്തത്തോടെ സമീപിക്കേണ്ടതാണെന്നും വ്യക്തമാക്കി. വിദഗ്ധ വിശകലനം: ഇത് പ്രശ്ന പരിഹാരത്തിലേക്കുള്ള മാർഗമാകാമെന്നും അല്ലെങ്കിൽ ഭീകരതയുടെ പുതിയ അധ്യായമാകാമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ആഗോള എണ്ണ വിലകളിൽ ഉടൻ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സമാധാനത്തിനായി ലോകരാജ്യങ്ങൾ ഒന്നുചേരേണ്ടതിന്റെ ആവശ്യകത ഉയരുന്നു. ഉപസംഹാരം: നെതന്യാഹുവിന്റെ പരാമർശം ഇസ്രായേലിന്റെയും ഇറാന്റെയും ഉച്ചത്തിലുള്ള തർക്കത്തിന് ആധികാരികത നൽകുന്നുണ്ട്. എന്നാൽ സമാധാനത്തിലുള്ള സാധ്യതകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ യുദ്ധം എവിടേക്ക് കൊണ്ടുപോകും? കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.